ഇതുവരെയുള്ള ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ജനപിന്തുണ ഉണ്ടാകുന്ന ഒരു കാഴ്ച എന്നെപ്പോലെ തന്നെ എൻ്റെ മുമ്പുള്ള മാധ്യമ പ്രവർത്തകർക്ക് അറിവുള്ളതാണ്. അതുകൂടി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വലിയ മുന്നേറ്റത്തിന് പാലക്കാട് സാധ്യതയുണ്ട്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട ഒരു ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഒരു അനുഭവം ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടത് കോങ്ങാട് മണ്ഡലത്തിലെ BJPയുടെ പ്രവർത്തകർ ഒരു ബൂത്തിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, കോങ്ങാടും മലമ്പുഴയും തമ്മിൽ ഒരു രഹസ്യധാരണയ്ക്ക് സാധ്യത ഞാൻ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് തെളിയിക്കപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം കോങ്ങാടിലെ ബൂത്തുകളിൽ ഏതിലും BJP പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പലവിടെയും ബൂത്തുകൾ കെട്ടിയിരിക്കുക എന്ന് പറയില്ലേ, അതുപോലും ഉണ്ടായിരുന്നില്ല. മലമ്പുഴയിലും ചില മേഖലകളിലെല്ലാം കോൺഗ്രസ് ഇല്ല, കോൺഗ്രസിൻ്റെ ബൂത്തില്ല. അപ്പോൾ അത് മലമ്പുഴയും കോങ്ങാടും തമ്മിലുള്ള ഒരു രഹസ്യധാരണയുടെ ഭാഗമായിട്ട് അതിനെ കാണാൻ കഴിയും. ഇപ്പോൾ BJPയും കോൺഗ്രസും ഇനി ഏതെല്ലാം മണ്ഡലത്തിൽ അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും വ്യക്തമാക്കുക. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ നമുക്കതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ നിലയിൽ ഒരു അനുഭവം ഈ രണ്ട് മണ്ഡലത്തിലുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.